അങ്ങനെ ഇന്നായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി FC എതിരെയായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു ആദ്യ മത്സരം 2-2 എന്ന മാർജിൻ സ്കോറിൽ അഥവാ സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് റോഡ്രിഗസ് ആയിരുന്നു. അവരുടെ ഒന്നാമത്തെ ഗോൾ എന്നുള്ളത് മുംബൈ സിറ്റിയുടെ താരമായ തിരിയുടെ ഭാഗത്തു നിന്നുണ്ട ഒരു പേവിലൂടെ ഒരു ഓൺ ഗോൾ ആയിരുന്നു. മുംബൈ സിറ്റി FCക്ക് വേണ്ടിയിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് തിരിയാണ്, അതും 70ാമത്തെ മിനിറ്റിൽ. ഇനി രണ്ടാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഫോർമ എന്ന താരമാണ്, അതും 90ാമത്തെ മിനിറ്റിൽ. ഇതോടുകൂടി ഈ ഒരു മത്സരം 2-2 എന്ന മാർജിൻ സ്കോറിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും രണ്ടാം പകുതിയിൽ മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആവേശകരമായത് എന്താണെന്ന് വെച്ചാൽ കിരിയുടെ ആ ഒരു മറുപടി ആയിട്ടുള്ള ഗോളായിരുന്നു. ഇനി ഇന്നത്തെ മത്സരത്തിന്റെ മാച്ച് സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും വെറും 5 ഷോട്ടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം മുംബൈ സിറ്റി FCയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 15 ഷോട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും 2 ഷോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നും 6 ഷോട്ടുകളും കാണാൻ സാധിക്കുന്നു. ഇനി മത്സരത്തിന്റെ ഓവറോൾ പൊസിഷനിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FC 54% അവരുടെ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത്. അതേസമയം മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് 46% നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇരു ടീമുകളുടെയും പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 85% മുംബൈ സിറ്റി FCയുടെ ഭാഗത്തും 79% മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓഫ് സൈഡുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FCയുടെ ഭാഗത്ത് 2 ഓഫ് സൈഡും മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് 1 ഓഫ് സൈഡുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി യെല്ലോ കാർഡിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FCയുടെ ഭാഗത്ത് നിന്ന് 4 യെല്ലോ കാർഡുകളും മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് 3 യെല്ലോ കാർഡുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു മാച്ചിന്റെ സ്റ്റാറ്റസ് ആയി നമുക്ക് കണക്കാക്കാനുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചതിന് ശേഷം പോയിന്റ് പട്ടിക എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് 1 പോയിന്റോട് കൂടിയും രണ്ടാം സ്ഥാനത്ത് മുംബൈ സിറ്റി FCയും 1 പോയിന്റോട് കൂടിയും ഉണ്ട്. ഏതായാലും ഇന്നത്തെ ഈ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.